ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസങ്ങളായിരുന്നു ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, പക്ഷേ എല്ലാ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ടീച്ചിങ് വേക്കൻസീസ്, നോൺ ടീച്ചിങ് വേക്കൻസീസ്, പെർമനന്റ് വേക്കൻസീസ്, അതുപോലെ തന്നെ കോൺട്രാക്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ 77 36 75 04 73 നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കാം. ഇനി അങ്ങനെയുള്ള വേക്കൻസീസ്, എന്തെങ്കിലും വേക്കൻസീസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പർ വഴി, വാട്സപ്പ് വഴിയോ അല്ലാതെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക. മാക്സിമം നമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നൊരു ചാനലാണിത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോസൊക്കെ എത്തണമെങ്കിൽ നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഒക്കെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഗ്രോത്ത്, അല്ലാതെ ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ചാനലൊന്നുമല്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന KVS, NVS, EMRS ഏകദേശം 147ഓളം പേര് സെക്കൻഡ് ഇയറിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ EMRSലുള്ള എല്ലാവർക്കും തന്നെ എന്തായാലും അത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. കാരണം EMRSൽ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയറിന്റെ റിസൾട്ട് ഉടനെ വരും. അതിൽ ഇന്റർവ്യൂ ഇല്ല, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി KVS, NVS എഴുതിയവർക്ക് അതിൽ ലിസ്റ്റുള്ളവർക്ക് കിട്ടൂലെന്നല്ല, പക്ഷെ അതിലൊരു കടമ്പയും കൂടി നമ്മൾ കിടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ. ഓക്കെ, എന്തായാലും ഒരു 100% വിജയം നമുക്ക് ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിൽ പങ്കെടുത്ത, ജോയിൻ ചെയ്ത് പഠിച്ച എല്ലാ എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സദാസമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മളൊരു ലോങ് ടേം ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സൺഡേ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന AES, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂള്, അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ അഭിയാൻ, സർവശിക്ഷ അഭിയാൻ, NCERT, പിന്നെ EMRS 3.0, ഇതെല്ലാം ഈ 2026 തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ 2027 ആകുമ്പോൾ, അടുത്ത ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് KV, NV ഒക്കെ വിളിക്കുകയും ചെയ്യും. സോറി. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി വിശദമായ ഡീറ്റെയിൽസ് അറിയുന്നതിനാണെങ്കിൽ ഈ നമ്പറിൽ 77 36 75 04 73 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, കമന്റ് ബോക്സിൽ ലിങ്ക് എടുക്കാം. അതുവഴി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഡീറ്റെയിൽസ് അറിയുകയും അഡ്മിഷൻ നേടുകയൊക്കെ ചെയ്യാം. നമ്മുടെ ടോട്ടൽ ഫീസിന്റെ 50% ഓഫർ ഇപ്പോൾ ഈ 1-2 ആഴ്ചയായിട്ട് കൊടുത്തു പോരുന്നുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. നിങ്ങൾ കേരള PSC അല്ല, എന്തെങ്കിലും എവിടെയെങ്കിലും, അത് അതർ സ്റ്റേറ്റ് PSCs ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ടീച്ചിങ്, നോൺ ടീച്ചിങ് വേക്കൻസീസ് ആണ്, ഉദ്യോഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മളിവിടെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്നല്ല പറയുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക, പഠിച്ചു തുടങ്ങുക. അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങളിവിടെ തരുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കോച്ചിങ്, ഈ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ LP-UP ഇനി അടുത്ത പുതിയ ഗവൺമെന്റ് ഇപ്പൊ സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ ഡിക്ലെയർ ചെയ്യപ്പോഴാണ് പുതിയ LP-UP. അപ്പൊ അതിന്റെ ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HSST, അതായത് കേരള PSCയുടെ HSSTയുടെ പല ബാച്ചുകളും ആരംഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ബാച്ചുണ്ട്, ബോട്ടണി, സുവോളജി ആൻഡ് മലയാളം എന്ന് പറയുന്നത്, മലയാളം ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് പറയുന്ന ഒരു ബാച്ച്, അതിവിശാലമായ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഈ പറയുന്ന ലോങ് ടേം ബാച്ച് ആയിട്ടുള്ള AES, KVS, NVS, EMRS, സമഗ്ര ശിക്ഷ, സർവശിക്ഷ എന്നിവയൊക്കെയാണ്. കാരണം ഇതിൽ ഈ ഒരു പരീക്ഷകളൊന്നും ആർക്കും നേടിയെടുക്കാൻ പറ്റത്തില്ല, മലയാളികൾ ഇതിന് പറ്റത്തില്ല എന്നുള്ളതിന് ഒരു തിരുത്തൽ വരുത്തുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ഈ വർഷം എന്തായാലും ഉണ്ടാകും. കാരണം നമ്മുടെ 147ഓളം ഉദ്യോഗാർത്ഥികൾ, അധ്യാപക സുഹൃത്തുക്കൾ സെക്കൻഡ് ഇയറിലേക്ക് കടന്നൊരു പരീക്ഷയിൽ നിൽക്കുന്നു. അതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായാലും 100% അവർ അതിലേക്ക് കയറും. അപ്പൊ നിങ്ങളും അങ്ങനെ വരണം, അങ്ങനെ പഠിക്കണം, അങ്ങനെ മുന്നോട്ട് പോകണം. അതാണ് നമുക്കൊരു രക്ഷ. ഓക്കെ, PSC മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കരുത്. PSC മീൻസ് കേരള PSC മാത്രം. ഓക്കെ, ബാക്കിയുള്ളതിലേക്കും പോകണം. ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, നെറ്റും സെറ്റും ഒക്കെ ഉള്ളവർക്ക്, മീൻസ് സെലക്ട് ഒക്കെ ഉള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അതിന്റെ കോച്ചിങ്ങുകളും ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം, ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലൊന്ന് ചോദിക്കുക. ലോങ് ടേം ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ NCERT കുറെ പോസ്റ്റുകൾ കോൺട്രാക്ച്വൽ ബേസ് വിളിച്ചിട്ടുണ്ട്.
അപ്പൊ അതിന്റെ വാക്കിംഗ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത് PGT വിളിച്ചിട്ടുണ്ട്. കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അഗ്രികൾച്ചർ ആൻഡ് സാൻസ്ക്രിറ്റ്, ഇത്രയും സബ്ജക്റ്റുകളിലേക്ക് PGT വിളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ TGT വിളിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്, ഹോം സയൻസ്, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസിലേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്. അതായത് ഒരുവിധപ്പെട്ട പിന്നെ പ്രൈമറി ടീച്ചർ PRT വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. സുവോളജി, മാത്സ്, ബോട്ടണി, ഹിന്ദി, ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ തുടങ്ങിയവയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിനെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലേക്കുള്ള വാക്കിംഗ് ഇന്റർവ്യൂസ് ഈ 5-ാം മാസം മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫോൺ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അതിന്റെ ഡേറ്റ് ആരംഭിക്കുന്നത് PGTയുടേത് 20-ാം തീയതി ആരംഭിക്കുന്നു. 20/5/2026 ആരംഭിക്കുന്നുണ്ട്. 20-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി ഓരോ സബ്ജക്റ്റിന് ഓരോ ഡേറ്റ് ആണ്. TGT 22, 25. വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ 26-ാം തീയതിയാണ്. പ്രൈമറി ടീച്ചറും ആ ഡേറ്റ് 26 തന്നെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ 28 ഉണ്ട്, 29 ഉണ്ട്, 1/6 ഉണ്ട്. പിന്നെ ജൂനിയർ അക്കൗണ്ടന്റ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻ, സ്റ്റോർ കീപ്പർ, സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, ഇവിടെയൊക്കെ 3, 6, 4, 6 തീയതികളിലാണ് വച്ചിരിക്കുന്നത്. റീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ന്യൂഡൽഹി, ഷാംല ഹിൽസ്, ഭോപ്പാൽ. ഓക്കെ, തീർച്ചയായിട്ടും ഇതിൽ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതും കൂടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഒരു ലക്ഷ്യം മാത്രം, എനിക്ക് ടീച്ചറാവണം എന്നുള്ള അഗാധമായിട്ടുള്ള ഒരു ഗോള് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അത് ഇന്ന സ്ഥലത്തെ ടീച്ചറാകാവൂ, ഇന്ന ഏരിയയിൽ, ഇന്ന സ്റ്റേറ്റിൽ, ഇന്ന ജില്ലയിൽ എന്നുള്ള ഒരു കടുംപിടുത്തമൊന്നും കാണിക്കാതെ എന്റെ പാഷൻ എന്ന് പറയുന്നത്, എന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു ടീച്ചറാകുക എന്നുള്ളതാണ്, ഒരു PRT ആകുക എന്നുള്ളതാണ്, ഒരു TGT ആകുക എന്നുള്ളതാണ്, ഒരു PGT ആകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകുക എന്നുള്ളതാണ്. അത് മുൻകൂട്ടി വെച്ചുകൊണ്ട്, അത് ഈ ലോകത്തിന്റെ എവിടെയായിരുന്നു കഴിഞ്ഞാലും ടീച്ചറാണല്ലോ. ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റ് സെക്ടർ ആണെങ്കിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കുക. ആ പരിശ്രമത്തിന് നിങ്ങളോടൊപ്പം എല്ലാ രീതിയിലും നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഭാഗത്തു നിന്ന് നെഗറ്റീവ് കാര്യങ്ങൾ പലതും വരുന്നുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഞങ്ങളിലേക്ക് വന്നാലും അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിനൊക്കെ വേറെ വഴികളാണ് ആ നെഗറ്റീവ് വരുന്നതിനൊക്കെ. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം. പക്ഷെ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. ഓക്കെ, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എനിക്കതിൽ കയറാൻ പറ്റും, എനിക്ക് അവിടെ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ഞാനതിൽ പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഒരു എക്സാമ്പിൾ, നമ്മളെ ഇപ്പം കോഴ്സിലൊക്കെ ചേർന്ന് പഠിച്ചവർ, അല്ലെങ്കിൽ സീറ്റെറ്റ് ഒക്കെ പഠിച്ചവർ, സീറ്റിൽ അടുത്ത ജൂലൈ വിളിക്കാൻ പോകുന്നുണ്ട്, അതിന്റെ സീറ്റിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വിശദമായിട്ടൊന്നും പറയാത്തത് ഒരു ചെറിയ വീഡിയോ ആക്കി മാറ്റുന്നില്ല. അപ്പം ആ നെഗറ്റീവുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എനിക്കത് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ, അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. അല്ലാതെ ഓരോരുത്തരും പറയുന്ന നെഗറ്റീവുകൾ കേട്ടുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ. നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുക, അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. സെക്കൻഡ് ടയറിലേക്ക് കടന്നിരിക്കുന്ന 147 പേരോളം വരുന്ന ഈ അധ്യാപക സുഹൃത്തുക്കൾ, EMRS മലയാളികൾക്ക് കിട്ടത്തില്ല, KVS മലയാളികൾക്ക് കിട്ടത്തില്ല, NVS മലയാളികൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവര് ഈ മുട്ടാപ്പോക്കനായം പറഞ്ഞു നടക്കുന്നവര് നെഗറ്റീവുകളാണ്. അതിനെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട, ഒരു കാരണവശാൽ നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അവസാനം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും വിജയം. ആ വിജയം നിങ്ങളോടൊപ്പം നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യാം. സൈറ്റിൽ കയറി നോക്കിയിട്ട് ഈ NCERTയുടെ ഭോപ്പാൽ റീജിയനിലെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് തരാം. വാട്സപ്പ് ചാനലിലും ഇട്ട് തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ഈ നമ്പറിലേക്ക് 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് വഴിയോ വിളിച്ചോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. വരുന്ന പോസ്റ്റുകൾ കോൺട്രാക്ച്വൽ ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ നമ്മളതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഒരു ജോലി നേടുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സെക്ടറിൽ, ഒരു സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ ആ ജോലി നേടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ അപ്രാപ്യമായിട്ടുള്ള ഒന്നുമല്ല. നിരന്തരമായിട്ടുള്ള പഠനം, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ്, ആത്മാർത്ഥത, ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു സക്സസ് നിങ്ങൾക്കുണ്ടാകുന്നത്. മറ്റുള്ളവരുടെ വാക്കും കേട്ടുകൊണ്ടിരിക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നെഗറ്റീവുകൾ കേട്ട് പുളകിതരായി ഇരിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.